ഹായ് ഹലോ എല്ലാവർക്കും സുഖമല്ലേ? അപ്പോൾ ഇന്നത്തെ സ്പെഷ്യൽ എന്ന് പറഞ്ഞാൽ കുറച്ച് കശുവണ്ടി കിട്ടിയിട്ടുണ്ട് കേട്ടോ. കുറച്ച് ഉണക്ക കശുവണ്ടിയാണ്. ഇനി അതിനൊക്കെ ഒന്ന് തല്ലി പൊട്ടിച്ച് വറുത്തരച്ചൊരു കറിയാണ് ഉണ്ടാക്കാൻ പോകുന്നത് കേട്ടോ. അപ്പം നമുക്ക് നോക്കാം. അപ്പോൾ അമ്മ ഈ കശുവണ്ടിയൊക്കെ ഒന്ന് തല്ലി പൊട്ടിച്ച് പരിപ്പെടുത്ത് തന്നു കേട്ടോ. അപ്പോൾ അമ്മ പറഞ്ഞു ചൂടുവെള്ളത്തിലിട്ട് കൊടുക്കുക, അപ്പോൾ അതിൻ്റെ പാടെ ഇളവി വരെ എളുപ്പമായിരിക്കും എന്ന് പറഞ്ഞു. അങ്ങനെ അതിലേക്ക് ഇട്ട് കൊടുത്ത് ആ സമയം കൊണ്ട് കുറച്ച് കൊച്ചുള്ളിയും കുറച്ച് തേങ്ങാക്കൊത്തും പിന്നെ കുറച്ച് മുളകും പിന്നെ കുറച്ച് കറിവേപ്പിലും കൂടെ റെഡിയാക്കി വെച്ചു കേട്ടോ. അതെല്ലാം റെഡിയാക്കിയതിന് ശേഷം നമ്മുടെ കശുവണ്ടി നോക്കിയപ്പം അതും എളുപ്പമായി കേട്ടോ. പെട്ടെന്ന് അതിൻ്റെ പാടയൊക്കെ ഇളകിപ്പോയി നല്ലോണം കഴുകി റെഡിയാക്കി വൃത്തിയാക്കി എടുത്തു കേട്ടോ. ചൂടുവെള്ളത്തിൽ ഇട്ടതുകൊണ്ട് അതിൻ്റെ കറയൊക്കെ പോയി നന്നായിട്ട് നമുക്ക് പെട്ടെന്ന് ക്ലീൻ ചെയ്തെടുക്കാൻ പറ്റും കേട്ടോ. ക്ലീൻ ചെയ്യാൻ വിഷമമില്ല, പൊട്ടിച്ച് എടുക്കുന്ന ഒരു പാട് മാത്രമേ ഉള്ളൂ കേട്ടോ. ഇനി നമുക്ക് കറി വെക്കാം കേട്ടോ. ഇനി ഒരു ഗ്യാസ് സ്റ്റവിലേക്ക് നമുക്കൊരു ചട്ടി വെച്ച് കൊടുത്ത് അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് പിന്നെ കുറച്ച് കടുകും ഇട്ട് കൊടുത്തിട്ട് നമുക്കൊന്ന് പൊട്ടിച്ചെടുക്കാം കേട്ടോ. അതിൻ്റെ കൂടെ നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന ഉള്ളിയും പച്ചമുളകും കറിവേപ്പിലയും തേങ്ങാക്കൊത്തും ഇട്ട് കൊടുക്കുക. നമ്മുടെ കൊച്ചുള്ളി തന്നെ ഇടണം കേട്ടോ. കൊച്ചുള്ളി ഇടുമ്പോഴാണ് നമുക്ക് നല്ല ടേസ്റ്റ് കിട്ടും. നമ്മൾ ഇറച്ചിക്കറി പോലൊക്കെ നല്ല അടിപൊളിയായിട്ടൊരു ടേസ്റ്റ് നമുക്ക് കിട്ടും കേട്ടോ. ഇനി ഇതൊക്കെ ഒന്ന് വാടി വരുമ്പോഴേക്കും അതിൻ്റെ കൂടെ തന്നെ നമുക്ക് കുറച്ച് ഒരു വലിയ തക്കാളി അരിഞ്ഞതും പിന്നെ ഒരു വലിയ ഉരുളൻകിഴങ്ങ് അരിഞ്ഞതും കൂടെ ചേർത്ത് കൊടുത്തിട്ട് പിന്നെ അതിൻ്റെ കൂടെ തന്നെ നമ്മൾ എടുത്ത് കഴുകി വെച്ചേക്കുന്ന അണ്ടിപ്പരിപ്പില്ല അതും കൂടി ഇട്ട് കൊടുത്തിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം കേട്ടോ. ഇത് ആ എണ്ണയിൽ കിടന്ന് നന്നായിട്ടൊന്ന് വഴണ്ട് വരട്ടെ. ഇതെല്ലാം കൂടെ ചേർന്നിട്ട് വഴണ്ട് വരുന്ന സമയം കൊണ്ട് നമുക്ക് അരപ്പുണ്ടാക്കാം കേട്ടോ. അപ്പോൾ തേങ്ങയൊക്കെ വറുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഒരു മിക്സിയുടെ ജാറിലേക്ക് വറുത്ത് വെച്ച കുറച്ച് തേങ്ങ ഇട്ട് കൊടുത്ത് അതിൻ്റെ കൂടെ മസാലകൾ ഇടാം. എല്ലാം നമ്മുടെ വീട്ടിലെ തന്നെ മസാലകളാണ് കേട്ടോ. കുറച്ച് കാശ്മീരി മുളക് പൊടി ഇടുന്നുണ്ട്, പിന്നെ എരിവെള്ള മുളക് പൊടിയും ഇടുന്നുണ്ട് കേട്ടോ. പിന്നെ കുറച്ച് മല്ലിപ്പൊടിയും മഞ്ഞൾപ്പൊടിയും പിന്നെ കുറച്ച് മസാലയും കുരുമുളക് പൊടിയും ഉലുവപ്പൊടിയും കായപ്പൊടിയും അങ്ങനെ എല്ലാ പൊടികളും കൂടെ ചേർത്തിട്ടാണ് നമ്മൾ ഈ ഒരു മസാല ഉണ്ടാക്കിയെടുക്കുന്നത് കേട്ടോ. അപ്പം നല്ലതുപോലെ നമുക്ക് വെണ്ണ പോലെ ഒന്ന് അരച്ചെടുക്കണം. കുറച്ച് വെള്ളത്തിൽ നമുക്ക് നന്നായിട്ടൊന്ന് അരച്ചെടുക്കണം കേട്ടോ. അപ്പോഴേ എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കല്ലേ. നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ടാണ് എനിക്ക് ആവശ്യം കൂട്ടുകാരെ. അപ്പം നിങ്ങളെല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്യില്ലേ? അപ്പം നമ്മുടെ മസാലയൊക്കെ അരച്ച് നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. നല്ല തിക്കായിട്ടുള്ള നല്ലൊരു ഗ്രേവി ആയിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് നമ്മുടെ ഉള്ളിയും അണ്ടിപ്പരിപ്പൊക്കെ എന്തായെന്ന് നോക്കാം കേട്ടോ. അപ്പോൾ എല്ലാം നന്നായിട്ടൊന്ന് വഴണ്ട് വന്നിട്ടുണ്ട്. കണ്ടില്ലേ, നന്നായിട്ട് എല്ലാം ഒന്ന് വഴണ്ട് വന്നിട്ടുണ്ട്. ഇനി അതിലേക്ക് നമ്മുടെ അരച്ച് വച്ചിരിക്കുന്ന ഗ്രേവി അതിലേക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ. ആവശ്യത്തിന് വെള്ളവും കൂടെ ഒഴിച്ച് നമുക്കിതിനെ നല്ലതുപോലൊന്ന് വേവിച്ചെടുക്കുകയാണ് ചെയ്യേണ്ടത് കേട്ടോ. അണ്ടിപ്പരിപ്പും എല്ലാം നമുക്ക് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കണം കേട്ടോ. ഇതിപ്പോൾ ഒന്ന് വഴറ്റിയെടുത്തേ ഉള്ളൂ. നമുക്കിനി ആ വെള്ളത്തിൽ വേണം ഇത് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ നമുക്കിതിനൊന്ന് വേവിക്കാൻ വെക്കാം. ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്തോളൂ കേട്ടോ. അങ്ങനെ നമ്മുടെ അണ്ടിപ്പരിപ്പ് കറി നല്ല തിക്കായിട്ട് കുറുകി വന്നിട്ടുണ്ട് കേട്ടോ. നമ്മുടെ അണ്ടിപ്പരിപ്പ് കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അത്രയ്ക്കും ടേസ്റ്റി ആയിട്ടുള്ളൊരു കറിയാണ് കേട്ടോ. ഒരിക്കലെങ്കിലും നിങ്ങളിതൊന്ന് ഉണ്ടാക്കി നോക്കണം കേട്ടോ. അത്ര ടേസ്റ്റാണ്. അതും തേങ്ങ വറുത്തരച്ച കറിയായിട്ട് തന്നെ ചെയ്യണം കേട്ടോ. ഇതേ കണ്ടില്ലേ, ഞാൻ ഒരു ബൗളിലേക്ക് മാറ്റിയിട്ടുണ്ട്. കാണുമ്പോൾ തന്നെ കൊതിയോ കേട്ടോ. കുറച്ച് ചോറെടുത്ത് അതിൻ്റെ കൂടെ ഈ കറി മാത്രം മതി കഴിക്കാം കേട്ടോ. അത്രയ്ക്കും ടേസ്റ്റാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കില്ലേ. ഇനി അടുത്തൊരു വീഡിയോയിലേക്ക് കാണും വരെ ബൈ ബൈ കേട്ടോ.